നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിലെ യുവ നേതാക്കളായ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലിനുമെതിരെ പരോക്ഷ വിമർശനവുമായി മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ കുറെ കൂടി ഗൗരവമായി വിലയിരുത്തുകയും കാണുകയും വേണമെന്നും മുതിർന്ന നേതാവ് എന്ന നിലയിൽ ചെന്നിത്തല ഉപദേശിച്ചു. തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ കുറെ കൂടി സൂക്ഷ്മത ആവശ്യമാണ്. നമ്മുടെ ചെറിയ ഒരു ചലനം പോലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. അതുകൊണ്ട് യുവ നേതാക്കൾ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് ചെന്നിത്തല പറഞ്ഞു. ഷാഫി പറമ്പിലിൻ്റെയും രാഹുലിൻ്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു പ്രതികരണം. നിലമ്പൂരിൽ ജയിച്ചാലും തോറ്റാലും പൂർണ്ണ ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവിന് എന്നൊരു വ്യാഖ്യാനം ഇല്ലെന്നും ചെന്നിത്തല പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജയം ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. പാർട്ടി പ്രവർത്തകരും ജനങ്ങളുമെല്ലാം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ വിജയത്തിൽ എല്ലാവരും അവകാശികളാണ്. ഉമ്മൻചാണ്ടിയും താനും 10-18 തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരിടത്തും തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിലമ്പൂരിലെ വിജയം ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും വിജയമായിരിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. പാർട്ടിയിൽ സതീശനിസം എന്നൊരു ഇസം ഇല്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചതുകൊണ്ട് അവരുടെ എല്ലാ നിലപാടുകളോടും യോജിക്കുന്നു എന്നൊരർത്ഥമില്ല. നിലമ്പൂരിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത വിധം മുസ്ലിം ലീഗ് താഴെത്തട്ടിൽ പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പാണിതെന്നും വിജയം ഉറപ്പാണെന്നും ചെന്നിത്തല പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പരിശോധനയ്ക്കിടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പോലീസിനോട് മോശമായി പെരുമാറിയെന്ന് നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിച്ചതായും വാർത്തകൾ വന്നിരുന്നു. അൻവറുമായി പാതിരാത്രി ചർച്ചയ്ക്ക് പോയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രവൃത്തിക്കെതിരെയും നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 73.26% പോളിംഗ് രേഖപ്പെടുത്തിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.23 ആയിരുന്നു പോളിംഗ് ശതമാനം. അന്ന് 2700 വോട്ടിനാണ് PV അൻവർ വിജയിച്ചത്. രാഷ്ട്രീയ കേരളം ഒന്നാകെ തമ്പടിച്ച് പ്രചാരണം നടത്തിയതിന്റെ ആവേശമായിരുന്നു ഉപതെരഞ്ഞെടുപ്പിന്റെ ഇന്ധനം. വോട്ടെടുപ്പ് ദിനത്തിൽ മഴയൊഴിഞ്ഞു നിന്നതും പോളിംഗിന് ഉത്തേജകമായി. തുടക്കം മുതൽ ബൂത്തുകളിൽ ആൾത്തിരക്കുണ്ടായിരുന്നു. നേരിയ സംഘർഷങ്ങളല്ലാതെ കാര്യമായ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഇന്നലെ ഉണ്ടായില്ല. ആദിവാസികളും വലിയ ഉത്സാഹത്തോടെ പങ്കെടുത്തു. സ്ഥാനാർത്ഥികളെല്ലാം ഉച്ചയ്ക്ക് മുൻപ് തന്നെ വോട്ട് ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മുൻ DCC പ്രസിഡന്റ് അന്തരിച്ച VV പ്രകാശിന്റെ ഭാര്യയും മകളും വോട്ട് ചെയ്യാൻ എത്താതിരുന്നത് അഭ്യൂഹങ്ങൾക്ക് തുടക്കത്തിൽ വഴിവെച്ചിരുന്നു. എന്നാൽ വൈകിട്ടോടെ അവർ വോട്ട് ചെയ്യാനെത്തി. ഉച്ചയ്ക്ക് 1 മണിയോടെ 45% പോളിംഗ് ഉണ്ടായി. 5 മണിയായപ്പോൾ അത് 70 കടന്നു. 2 ദിവസം ഇനി രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണുകൾ ആകാംക്ഷയോടെ നിലമ്പൂരിലെ വോട്ട് പട്ടികയിലേക്ക് കേന്ദ്രീകരിക്കും. 23-ന് രാവിലെ 7-ന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ. അനവസരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പ് എന്ന വിലയിരുത്തലിൽ വോട്ടർമാർ അകന്നു നിൽക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആശങ്കയുണ്ടായിരുന്നെങ്കിലും അതെല്ലാം അസ്ഥാനത്താവുകയായിരുന്നു. വോട്ടിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. ചുങ്കത്തറ കുറുമ്പലക്കോട് LDF UDF പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായത് മാത്രമാണ് അപവാദം. കുറുമ്പലക്കോട് സർക്കാർ UP സ്കൂളിൽ സജ്ജീകരിച്ച 127, 128, 129 ബൂത്തുകളിലാണ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായത്. കുറുമ്പലങ്ങോട് മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള LDF പ്രവർത്തകർ വോട്ടർമാരെ സ്വാധീനിക്കുന്നുവെന്നായിരുന്നു UDF ആക്ഷേപം. UDF പ്രവർത്തകരുടെ പരാതിയിൽ 2 LDF പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. മണ്ഡലത്തിന് പുറത്തു നിന്നും എത്തിയ CPM പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തത്. അന്തരിച്ച കോൺഗ്രസ് നേതാവ് VV പ്രകാശിന്റെ കുടുംബം സ്ഥാനാർത്ഥിയോടുള്ള പ്രതിഷേധം കാരണം വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നുവെന്ന CPM വിമർശനത്തെ അസ്ഥാനത്താക്കിക്കൊണ്ടായിരുന്നു കുടുംബം വോട്ട് ചെയ്യാനെത്തിയത്. വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് പ്രകാശിന്റെ ഭാര്യയും മകളും എടക്കരയിലെത്തി വോട്ട് ചെയ്തത്. ഞങ്ങളുടെ പാർട്ടി UDF ആണ്. ഞങ്ങളുടെ മരണം വരെ പാർട്ടിക്കൊപ്പമായിരിക്കുമെന്നാണ് VV പ്രകാശിന്റെ ഭാര്യ സ്മിതയുടെയും മകൾ നന്ദനയുടെയും പ്രതികരണം.